guys, we're a family. Daddy Moto. കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കണം. ഡോളൊക്കെ പിടിച്ചൊക്കെ ഞാൻ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഓൾ ബട്ടൺ മൊത്തം മറക്കണ്ട. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്ന് മോർണിംഗ് വ്ളോഗാണ്. ചിമ്പുണ്ടാവും, ഞാനും അപ്പം നേരത്തെ എണീറ്റ് വന്ന് വീഡിയോ എടുക്കുന്നതാണ്. സൂര്യനെ കുത്തിച്ച് വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വേഗം നേരത്തെ എണീറ്റപ്പോൾ ആദ്യം പൊന്നിനെ എണീക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ പൊന്നവിടെ എടുക്കുന്നത് പൊന്നാതെ വീട്ടിൽ ഞാൻ വേഗം മൊബൈൽ വെച്ച് പോകണം കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പൊന്നെ എണീക്കും. അതിന് വേണ്ടി നമ്മുടെ ഇവിടുത്തൊക്കെ ഷൂട്ട് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രഭാത കർമ്മങ്ങൾ ഇത് കണ്ട ഈ മോർണിംഗ് പ്രോഗ്രാംസ് അപ്പനൊരു മുട അപ്പന് പോവാം. ഇപ്പൊ ചിമ്പുനെ കൊണ്ടുപോലാണ് ആദ്യത്തെ പരിപാടി. അപ്പൂറ്റാ അപ്പാണ് കാലത്ത് എണീറ്റ് അവന്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിമ്പുനെ ഫസ്റ്റ് കൊണ്ടുപോകും. അപ്പത്തെ ഉള്ളില് പൊന്നും ആദ്യം കിടക്കണം. ഞാൻ കാണിച്ചാൽ എന്തിട്ട് നോക്കണേ. പോക്കോ ആനാടിട്ടോ പോയിട്ടോ. ചിമ്പാറു 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 ചിമ്പാറു. അപ്പോൾ താക്കോലെടുക്കാൻ പോയതാട്ടോ. അപ്പോൾ ആരോഗ്യം പുഴുള്ള സാധനം എടുത്ത് വെച്ചാൽ പുഴുള്ളൊക്കെ കടിച്ചിട്ട് ആരോഗ്യം തുറക്ക് ഇങ്ങനെ ചാടി കിടക്കാൻ ഞാൻ പൊന്നെണീക്കണ മുന്നേ അങ്ങോട്ട് പോയാൽ. പക്ഷെ ഞാൻ കാലത്ത് തന്നെ ഞാൻ എണീറ്റ പക്ഷെ ഞാൻ നിങ്ങളെടുത്തു. പൊന്നതേ എണീറ്റ് വന്നിട്ട് കേടാ. പൊന്നിന്റെ എണീറ്റപ്പത്തെ മുഖം ഫസ്റ്റ് ഇങ്ങനെ അകലേക്ക് ഇങ്ങനെ നോക്കും. പൊട്ടുപോയി താടിപ്പോട്ടില്ല, പൊട്ടുപോയി ഗൈസ്. ഇങ്ങനെ അകലേക്ക് ഇങ്ങനെ നോക്കി എനിക്കിപ്പോ എന്നിട്ട് അകലേക്ക് നോക്കിയിട്ട് അടുക്കളയിലേക്ക് പോകും. അല്ല എന്നെ സമയമില്ല. പിന്നെ ആ പൈസ പിന്നെ ലോഡ് കാര്യങ്ങൾ ചെയ്യാണ്ട് ഗൈസ്. പതുക്കെ പറയണ വേറെ ഒന്നുമില്ലട്ടാ. ഞാൻ ആദ്യം എണീറ്റോട്ടെ. ചിമ്പാൻ പോയി വേഗം അപ്പിടറാ കുമ്പിളടാ. ചിമ്പുൻ്റെ ഇനി മണപ്പിച്ച് നടക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വഴിക്ക് ഇങ്ങനെ അപ്പു നടക്കും. അവിടെ നിന്നിട്ട് വരും. അവിടെ നിന്നിട്ട് ഇവിടെ വരെ നടക്കുമ്പോഴേക്കും ചിമ്പുൻ്റെ പരിപാടികളൊക്കെ കഴിയും. അണ്ട ഇവിടെ നമ്മുടെ അപ്പുറത്തെ വീട് അങ്കിളിൻ്റെ
പയറുകളാണ് കേട്ടോ. അതെ ഇടാ മാൻ പൊളി ഉണ്ടാ. അപ്പോൾ വെയിലൊക്കെ ശരിക്കും സൂര്യനൊക്കെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഗൈസ് നോക്ക്, ഈ സാധനത്തിന് മഞ്ഞിന്റെ ശിശിരങ്ങൾ കാരണം വെയിറ്റ് കൂടിയതുണ്ട്. നോട്ടെ എന്താ സൂപ്പറായിട്ടുള്ളത് ഫുള്ള് വെള്ളമായി. അടിപൊളി. പൊന്നപ്പൻ കേരളം പണികൾ തോന്നുന്നു. അപ്പൊ പൊന്നു ആദ്യത്തെ ആഘോഷമുഖിയുടെ ആദ്യത്തെ ഘട്ടം തുടങ്ങിയിട്ടുണ്ട്. അതെ അപ്പൊ അതെ രണ്ടാമത്തെ ഘട്ടം തുടങ്ങിയിട്ടുണ്ട്. നിന്ന് നമ്മളപ്പോൾ കഴിക്കാൻ പോണത് കടാ. ഇതാണ് ദോശ. ഞങ്ങൾ ദോശ ഇങ്ങനെ കവറിലാട്ടപ്പെട്ട ഏതാട്ടോ മേടിക്കാറ്. അരക്കണ പരിപാടി ഒന്നുമില്ല ഇവിടെ. അരച്ച നേരം കളയാൻ ഞങ്ങൾക്ക് പറ്റില്ല. മിക്സി നിങ്ങള് മിക്സിയുടെ വീഡിയോ വരുന്നുണ്ട്, ഷെയ്ക്ക് അടിക്കുന്ന വീഡിയോ വരുന്നുണ്ട്. അപ്പൊ അതിൽ കണ്ടാ മതി. ഇന്നലെ അല്ലല്ലോ ഇന്ന പോവാ. അപ്പൊ ഇവിടെയൊക്കെ ചെയ്ത് വെച്ചിട്ട് മുന്നേ ചോറ് കൂട്ടാൻ ദോശക്കുള്ള സാധനങ്ങള്, ദോശക്കുള്ള എല്ലാ സംഭവങ്ങളും ഒരുക്കി. മീൻകറി ഇന്നലെ വൈകുന്നേരം വെച്ചിട്ടുണ്ടായിരുന്നു മുന്നേ. പഞ്ചസാര നമ്മുടെ ആദ്യകൂട്ടന്ന് ഇവിടെ വരുന്ന ഉറങ്ങുന്നുണ്ട് കേട്ടോ. അവൻ ആദ്യം പുറത്തിരുന്ന് ഉറങ്ങട്ടെ. പിന്നെ പരിപാടി മീൻകറി. തലേ ദിവസത്തെ മീൻകറി അത് ഇന്നത്തേക്ക് കുറച്ചൊരു രസം തരാം. അതാ പറഞ്ഞ അത് ഇന്നത്തേക്ക് രസം വരുമെന്ന്. അതെ പൊന്നപ്പൻ നമ്മുടെ ചോറ് മിഷൻ സക്സസ്. അപ്പൊ നെക്സ്റ്റ് ദോശ. അപ്പൊ ആദ്യക്ക് ആപ്പിള് കൊണ്ടുവരാനായിട്ട് ഇതിന്റെ തൊലി എത്തണം. ആപ്പിള് അതിനുള്ള ആകെ മറ്റേ കൊണ്ടുപോകുന്ന സാധനങ്ങൾ ചെയ്യണ സാധനം ഞാൻ ഇതാക്കാം. ബാക്കിയുള്ളതൊക്കെ പൊന്നു ചെയ്ത് ആപ്പിൾ മുന്നേ ചുറ്റി സെറ്റാക്കി.
ചെത്തി കഴിഞ്ഞു. ഇനി കട്ട് ചെയ്ത് പീസാക്കി സെറ്റാക്കി കഴിഞ്ഞാൽ അവന് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ അവൻ ഒറ്റയ്ക്ക് കഴിക്കും. അപ്പോൾ അവൻ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പീസുകളാക്കും. ഒറ്റയ്ക്ക് നിന്ന് കടിച്ചോളൂ. എന്നാൽ അപ്പണ സ്പെഷ്യലാണ് ചായ. അപ്പണ ഇതിൽ അളവ് നോക്കിയിട്ട് ചായപ്പൊടി ഇടുന്ന ആള്. യോ മാൻ, ചായപ്പൊടി ഇടുന്ന ഭാവങ്ങൾ കണ്ടാവല്ലേ. അളന്ന് മുറിച്ചിട്ടൊക്കെ ഇട്ടിരുന്നേ ചായപ്പൊടി. ഇതാ ആദിയുടെ സ്പെഷ്യൽ ആയിട്ടൊക്കെ. ആദിക്ക് നെയ് റോസ്റ്റാണ്. ആദിക്ക് ആദ്യം നെയ് റോസ്റ്റ് അല്ല കഴിക്കും, മറ്റേ സാധാരണ ദോശ കഴിക്കാവൻ. പക്ഷെ അതെ, നെയ് റോസ്റ്റ് അപ്പോൾ അവനെ കുറച്ച് നെയ്യിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഒറ്റയ്ക്ക് ഇരുന്ന് നല്ല പടപട ചോളും. ഒക്കെ നമ്മളെ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ തന്നെ ചട്നി എല്ലാം മുക്കി കഴിക്കും. മസാല ദോശയാണെങ്കിലും എന്താണെങ്കിലും ഒക്കെ കൂട്ടി കഴിച്ചോളും. അതെ, നെയ് റോസ്റ്റ് അവൻ്റെ സ്നാക്ക് ബോക്സിൽ നെയ് റോസ്റ്റും ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ചെല്ലുമ്പോൾ. അപ്പൊ ചായ നോക്കി എന്നാ നിക്ക, ചായ സെറ്റാക്കാൻ വേണ്ടിട്ട് അപ്പന്റെ ചായ മുംബൈ ചായ്. രണ്ടടുക്കളയിലായിട്ട് രണ്ട് വൈഷർമികള് പരാക്രമം അടിച്ചോണ്ടിരിക്കണം. അതെയാണ് ഇന്ന് ഇന്ന് ആദ്യം ദോശ സെറ്റായിട്ടുണ്ട്. മുട്ടക്കി പൊന്നു നെയ് റോസ്റ്റ് പോലെ അല്ല, ഹോട്ടലിലത്തെ നെയ് റോസ്റ്റ് പോലെ. അപ്പൊ അതായത് നമ്മുടെ ഫിഷുകൾ ഇങ്ങനെ കിട്ടുന്ന സെറ്റാവുണ്ട്. അപ്പൊ ഇന്ന് ചാള വറുത്തതും ചോറും അല്ലേ. ആദ്യത്തെ സ്കൂളിലേക്കുള്ളതായിട്ടുണ്ട്. അവനും ഇവിടെ കഴിക്കാനും നെയ്റോസ്റ്റിനെ കൊടുക്കട്ടെ. ചില ദിവസങ്ങളിൽ അവൻ പഴം കഴിക്കും, ചില ദിവസങ്ങളിൽ നെയ്റോസ്റ്റ് കഴിക്കും. പുട്ടുണ്ടെങ്കിൽ പെട്ടേന്ന് പുട്ടും പഴവും. ഞങ്ങളുടെ പാപ്പപാത്രമാണിത്. ഞങ്ങളുടെ പാപ്പപാത്രത്തിൽ ദോശ, ആപ്പിള്, അവന് ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റ്. അവൻ ക്രീമും കഴിക്കും, നോർമലൊക്കെ കഴിക്കും. അപ്പോൾ ഏതെങ്കിലും ബിസ്ക്കറ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവൻ സ്നാക്കായിട്ട് 4 മണിക്കൊക്കെ എടുത്ത് പിള്ളേരോട് കഴിച്ചോളൂ. മമ്മീനെ വിളിച്ചേ വിച്ചി അവിടെ ചുള്ളനെ നീറ്റ് അടിച്ച നീറ്റും
ആ ഡിഷിന് പിന്നെയും വാവ് വന്ന് കൈസ്. അവൻ്റെ കണ്ണിൻ്റെ അവിടെ കണ്ട അടിയിൽ നീരായിട്ട് അവൻ്റെ പല്ലിൻ്റെ അവിടെ വേദന ഉണ്ട്. അവൻ ഇന്നലെ നൈസായിട്ട് വേദന എടുത്തിട്ടുണ്ട്. അപ്പം അത് കാരണം അവൻ ഇന്നലെ രാത്രി എണീറ്റായിരുന്നു. പക്ഷെ ഞാൻ അധികം വേറെ ഒന്നും ഉണ്ടാകുന്നില്ല, വെറുതെ അവൻ കൈ അടി ഞാൻ വല്ല പല്ലിൻ്റെ അടയിൽ ഇരുന്നതാന്ന്. പക്ഷെ ഇന്ന് കാലത്ത് വന്നപ്പോൾ തന്നെ നീരുണ്ട് അവിടെ, ആ വലത് ഭാഗം കവള് നീരുണ്ട്, അവിടെയും ആ കണ്ണിൻ്റെ അടിയിലും നീരുണ്ട്. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോകേണ്ടി വരും. ഇവിടെ അടുത്തൊരു ഡെന്റിസ്റ്റ് ഉണ്ട്, അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മരുന്ന് എന്തെങ്കിലും തരും. അപ്പൊ നമ്മളെ മീമി വറുത്ത കഴിഞ്ഞിടാം. മീമി വറുത്തായി. യോ മാൻ, ആദ്യയുടെ പാല് ആദ്യക്ക് കൊണ്ടുപോകുന്ന പാലാണ് ഗായ്സ്. ആദ്യത്തിന്റെ പാല് കുച്ചന പാല് പോയേ വേദന ഇടിച്ചു. അപ്പൊ ആദ്യയുടെ പാല് സെറ്റാക്കിയിട്ട് കഴിച്ചാൽ അതിന്റെ പാലയിൽ ഒഴിച്ച് ഓർലിസൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അവിടെ അവന് ഇപ്പൊ ഈ തോക്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം കളിക്കാനായിട്ട് അല്ലേ. ഇവിടെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ അടിച്ചടിച്ച് നടക്കും അവൻ ഓരങ്ങാണ്ടിനെ കൊണ്ടില്ലേ. ഗായ്സ് അതെ നമ്മുടെ ദോശക്ക് പൊന്നു സാമ്പാർ ചൂടാക്കിയിട്ടുണ്ട്. ബാക്കി ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മുടെ ഫുഡൊക്കെ നമുക്ക് പാക്ക് ചെയ്യുക, അത് കാര്യങ്ങൾ. ദാറ്റ്സ് ഇറ്റ്. അവിടെ ഉണ്ടോ ഒരു താരം? എന്തുട്ടാ അവൻ ആ തോക്കില് വെള്ളം നിറച്ച് കൊടുക്കാണ്ട്, വെള്ളം ആ തോക്കാഞ്ച പൊട്ടി. നോ ചോറാക്കണ ടാസ്ക്കാണ് ഗൈസ്. ചോറ് 3 പാത്രത്തിൽ ചോറാക്കണം. രാവിലെ ശരിക്കും എത്ര കൈ ഉണ്ടായാലും മതിയാവില്ല. ചുറ്ററ ബാക്കിൽ ചുറ്ററ കൈ വേണം അല്ല, ആ സൈഡിൽ പോയിട്ട് അവിടെ ചെയ്യേണ്ട അതിൻ്റെ കാര്യങ്ങളും അത് അവിടെ ഓടിച്ചോന്ന് നടക്കണം. ശരിക്കും ആദ്യം കഴിഞ്ഞേക്കാളും മുന്നേ ഞാൻ സെറ്റ് ആക്കുമല്ലായിരുന്നു. അതെ, ആദ്യം എനിക്ക് മുന്നേ പൊന്നു എല്ലാം ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് വന്നിരിക്കും മണിക്കൂർ മതി. ഇതിപ്പോ വീഡിയോ പെട്ടെന്ന് അവിടെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എടുക്കുമ്പോഴേക്കും ഞാൻ എടുത്തു കഴിഞ്ഞു കാര്യങ്ങൾ ചെയ്ത്. അറബിയാണോ പറയണ നീ? എന്നിട്ട് അവന് ആദ്യക്ക് ചായയും കൊണ്ട് ചെന്നിരിക്കാം. എന്നെ വിളിക്കോ മമ്മിയെന്ന് വിളിക്കും. അപ്പൊ അവന് ചായ വറുത്തത് വെച്ച് കൊടുക്കാം. ഇത് കുറച്ച് ചോറ് നിലത്തെ ഉണ്ടായിരുന്നു, അത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചത്. ചിമ്മിന് മീൻകറി കൂട്ടിട്ട് കൊടുക്കാം. സാമ്പാർ കൂടെ അവർക്ക് ദോശ കഴിക്കാനുള്ളതാവുന്നുണ്ട്. എന്തെങ്കിലും തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ എല്ലാം തെറ്റും, ഏതെങ്കിലും മറക്കും. അപ്പൊ പൊന്നെല്ലാ സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്. ആപ്പൂസിന്റെയും മിച്ചുവിന്റെയും ആദിന്റെയും
തെറ്റിണ്ടെന്നോട്ട് ആലോചിക്കണം. ഞാൻ പാത്രങ്ങളും വെള്ളം കൊണ്ട് കഴിയുമ്പോ തെറ്റുണ്ടോ Wow. Apus. Aduh Dami. പൊന്നു പറക്കമാഞ്ഞ നടക്കണ പൊന്നു. അറിയില്ല അതിന്റെ ബുദ്ധിമുട്ട് അറിയില്ല. അപ്പോ അപ്പൊ അതിനടുത്തേക്ക് ഇരിക്കണ അപ്പൊ എന്റെ സാധനം സെറ്റാക്കി. യെസ്. ഓ ഷൺമുഖി ആദ്യയുടെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കണം. ഷൺമുഖി അടിച്ച് അന്റെ മുന്നിൽ കേൾക്കുന്നേ നീര് വന്നിട്ട് കണ്ട ബാബു നമ്മുടെ ലാലേട്ടൻ സ്റ്റാൻഡ് ഇരിക്കുന്നുണ്ട്. അവരാ ജെല്ലാം കൂടെ ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. അയ്യോ വലിയ കന്യാസ്ത്രീമാർക്ക് ഷൺമുഖി അവിടെ പോന്നോട്ടെ. ഭയങ്കര പാടാണ്. പിന്നെ ദോശ ബിസ്ക്കറ്റ് ആപ്പിള് പാല് വെച്ച് ചോറ് വെച്ച് ഡോക്ടറെ അടുത്തേക്ക് പോയിട്ട് പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശ ചിലപ്പോൾ ഇവിടെ തന്നെ കൊടുക്കുക അല്ലേ? നമുക്ക് ആദ്യം ചായ കൊടുക്കാം. അപ്പൊ അവരുടെ ബാഗുകളൊക്കെ സെറ്റായി. ഇനി കഴിക്കാനുള്ളത് ഇരിക്കണം. സാമ്പാർ തിളച്ച് സെറ്റായി. കഴിക്കാനുള്ള ദോശ സാമ്പാർ എളുപ്പമല്ല ഗൈസ്. അയ്യോ ഇതാവട്ടെ എന്റെ പൊന്നിയെ മഞ്ഞിയെ തുണ്ടിരി പൊന്നു മഞ്ഞിയെ ഏത് ഇവിടെ അടച്ചിട്ടിട്ട് അപ്പൊ നൈസായിട്ട് ഇങ്ങോട്ട് നോക്കിയപ്പോ ജനല തുറന്നു എടുക്കാറ്. ദോശയ്ക്കേ അപ്പു ബായ് റോളക്സ് പുതിയ യൂണിഫോം മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടും ഇത് ഇറക്കം കുറവാ ഉയർമിച്ചപ്പോ എന്തൊരു യൂണിഫോം വേണ്ട ഇതൊക്കെ മതി പറഞ്ഞു. ആരായാലും പഠിക്കാൻ പോണേന്ന് നേരെ എനിക്ക് 9 മണിയാവും 8:45 ദോശ കഴിക്കും. കിട്ടിക്കൊണ്ട് വീഴുന്നു ഓരോരുത്തര്. എനിക്ക്
ചായ കുടിക്കാൻ പറ്റിയിട്ടില്ല guys. എനിക്കും എനിക്ക് ഇന്നേറ്റ വഴിക്ക് ചായ എന്റെ മമ്മി ഉണ്ടാക്കിക്കാന്ന് ചായ കുടിക്കാനുള്ള ഒരാളായിരുന്നു. ഇവരുടെ സ്കൂൾ ടൈമും ഇങ്ങനെയൊക്കെ കഴിയുമ്പോ എനിക്ക് 15 മണിക്ക് ചായ പിടിച്ചിരിക്കുന്ന ആഗ്രഹം. പണ്ട് നമ്മള് വൈകുന്നേരം ഉണ്ടാക്കി വെക്കാറുണ്ട് ചായ. ഇപ്പൊ വൈകുന്നേരം ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല, കാരണം നമ്മള് മിൽമയൊക്കെ മേടിക്കണ അങ്ങനത്തെ അല്ല മേടിക്കണം. ഞങ്ങള് പുലർച്ചെ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ തലേന്ന് 1 മണി 2 മണിക്കൊക്കെ തിളപ്പിച്ച് വെക്കും. ഒന്നിനും ഇരിക്കില്ലേ കൂടെ. അപ്പൊ ഞാനും കിടക്കും പുറത്ത് ക്രൂസംഗത്തിന്റെ ഞാൻ തന്നെ കണ്ടു പേടിക്കുന്നു. 3 മണി വരെയൊക്കെ കുറവാസൊക്കെ വരുന്നോണ്ട് കാവലിരിക്കാൻ പറ്റില്ല. ആലൊക്കെ ഇരിക്കില്ലേ മറ്റേ തല കൂടെ പൊതപ്പിട്ടിട്ട് 3 മണി വരെ മലക്ക് പോണവര് പള്ളിക്ക് പോണവരൊക്കെ പാലുകാരൊക്കെ എണീക്കില്ലോ ചായ കരാട്ടമല്ലേ. പക്ഷെ അവനോട് പറഞ്ഞിട്ട് ഞാനൊന്നും ചെയ്യണ്ട. ഇടിക്ക് മേടിച്ചു ചുപ്പ് അവിടെ ചുപ്പ് ചുപ്പ് അതില് ചുപ്പ് നേറ്റ വഴിക്ക് പല്ലേക്കണ ബാത്റൂമിൽ വന്ന് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ പല്ല് തേച്ച് മുഖമൊക്കെ കഴുകി അങ്ങനെ ചെയ്യണ ആളാ ഫസ്റ്റ്. പല്ലേക്കാനും നമ്മുടെ ആ ഒരു ടൈമിംഗ് ഉണ്ടല്ലോ ചോറ് വെക്കണതും അതൊക്കെ മാറും. അത് കാരണം വേറെ കാര്യങ്ങൾ സെറ്റാക്കി ഇന്ന് വീഡിയോ എടുക്കണോണ്ടാ കുറച്ച്. അതെ ഇപ്പൊ ലേറ്റ് ആയതുള്ളൂ, അല്ലെങ്കിൽ നേരത്തെ നമ്മള് എനിക്ക് മെട്ട കാലിനെല്ലാം സെറ്റാക്കിട്ട് പല്ല് തേച്ച് ഞാൻ ചായ ഗുഡ് ബൈ ആണ് ആദിശി. ഗുഡ് ബൈ ആദിക്കുട്ടൻ. അപ്പിനോ ഓഫീസിലേക്ക് വിളിച്ച് പറയണം, ഓഫീസിലേക്ക് വിളിച്ച് പറയണം. ഹോസ്പിറ്റലിൽ അതിനെ കാണിച്ചിട്ട് വരല്ലോ. അവിടെ പോയി എത്ര സമയമൊന്നും അറിയില്ല, അവിടെ ആൾക്കാരൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പൊ ലീവ് എടുക്കാനായിട്ടില്ല, അപ്പൊ ലീവ് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് ജസ്റ്റ് പറയാ, ഓക്കെ പറയും. നമ്മൾ കുറച്ചുകൂടി സമയം ഇരുന്ന് വർക്ക് ചെയ്യാം. അപ്പൊ ഫുഡ് കഴിക്കായിരുന്നു. എന്നൊന്ന് വെറുതെ വിടും പ്ലീസ്. അഡീഷന് ആ നീ ഊയാ തുടങ്ങും ഹനുമാൻ കായിട്ട്. അതേപോലെ നിന്ന് ചെയ്തേ. ദോശ മേടിക്കാൻ വരുന്നുണ്ട്. എന്താ അവസ്ഥ? 8:45 ചായ കുടിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് വഴി 6 മണിക്ക് ചായ കുടിച്ചിരുന്ന ആളാണ് ഞാൻ. കന്യാസ്ത്രീ മഠത്തിൽ ചേർന്നാ മതി. പൊന്നു സിസ്റ്റർ പൊന്നു. ഇംഗ്ലീഷ് പറയണ ഇംഗ്ലീഷ് ഓൺലി റാപ്പ് സോങ്സ്, തമിഴ് സോങ്സ്. ചേട്ടനങ്ങ് സന്തോഷം. ഇവന് ഇഷ്ടമാട്ടെ അവന് ഇഷ്ടമായി. കാർട്ടൂണൊക്കെ കാണാനായിരിക്കും കാണാ പിള്ളേർ. ഒരു 2-3 മാസം മുന്നേ വരെ അല്ലെ കൊക്കോമലം കണ്ടിരുന്നു. പിന്നെ ഞങ്ങള് കൊക്കോമലം വെച്ചു കൊടുത്താലും അവൻ മാറ്റാൻ പറയുന്നത് അവൻ പറയും ഇത് പറയും കടലമ്മക്കാരഞ്ഞല്ല പറ്റത്. പിന്നെ ഇങ്ങനത്തെ സ്ഥിരം കുറച്ച് പാടുത്ത് ഏതാ മറ്റേ അവന്റെ പാട്ടുകള് പിന്നെ വേടന്റെ. എനിക്ക് വേടനെ ഭയങ്കര ഇഷ്ടമാണ്. വേടൻ നീ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് നിന്നെ വലിയ ഇഷ്ടം. എനിക്ക് നിന്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടം. അവന്റെ ഒരു നടപ്പുണ്ട് ഇതിങ്ങനെ. എനിക്ക് അതാ ഇഷ്ടം. ഇങ്ങനെ തുന്തി നടക്കും ഭയങ്കര ഇഷ്ടമാണ്. കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
അപ്പൊ അതിന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല, ടൈമിങ് പോകും. അപ്പൊ ഉണ്ടാക്കും പൈസ, അല്ലെങ്കിൽ നേരെ വരും. ഹാരി പോട്ടറായി അപ്പുറത്തും ചൂലെടുത്തോ ഓക്കോ ഞാൻ എടുക്കാം. കഴിഞ്ഞാൽ ഇതോണാവും. ശരി. പണ്ടത്തെ ആദ്യമാണെങ്കിൽ ഓടി ചെല്ലും, ഇപ്പൊ ചെല്ലണല്ലേ വാന്ന് പറയും. ചേട്ടനും മോക്ക് ചേട്ടന് നല്ല നീരുണ്ട് കൈസ, അവിടെ കണ്ടാലും നല്ല നീര്. ബൈ ബൈ. ഏയ് മാൻ, എവിടേക്ക് പോണ? ചാവി അപ്പ ചെയ്യും. ഓമ്പോ ബൈ. എന്റെ മോന് വാവുക, എന്റെ ഇവിടെ കൈ നീര്. എന്റെ മോന്റെ ഇവിടെ ആ എന്റെ മോൻ ബൈ. ചിമ്പുനിപ്പോ പേടിയിട്ടാ ഞാൻ പോണ്ടോന്ന് ശരിക്കും. ചീമ്പു ചേട്ടനെ കൊണ്ടാക്കിട്ട് വായോട്ടെ അടിച്ചേ. നല്ല വെയില്. സ്കൂളിലേക്ക് കൊണ്ടോണ്ടത് വിനിയമനെ കൊണ്ടോണില്ലേ? ബൈ. നിക്ക് എനിക്ക് തരാറുള്ളത് തന്നിട്ട് പോയാണ്. ഇങ്ങനെ അങ്ങോട്ട് തിരിക്കുന്നു. ആ സ്കൂള് കൂടിയാ. ബൈ. സ്കൂള് ഇവിടെ അടുത്ത് തന്നെയാ. ഒരു 2 വളവ് തിരിഞ്ഞു കഴിഞ്ഞ സ്കൂളാണ്. ഇവര് രാവിലെ വിച്ചുവിന്റെ ബൈക്ക് കേടായിട്ടിരിക്കുക. ഒരു മാസത്തിന് മേലെ ബൈക്ക് കേടായിട്ടിരിക്കുന്നു. ഇതേ കണ്ട ഗൈസ്, അവിടെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടു. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ രാവിലെ കാർ എടുത്തിട്ട് ഇവർ 2 കൊണ്ടുപോകും. ചാപ്പൂസിനെ ഇറക്കും, പിന്നെ ആദീനെ ആക്കിയിട്ട് വിച്ചു അങ്ങനെ പോവുക ചെയ്യുക. വൈകിട്ട് ഞാൻ എൻ്റെ ബൈക്കിൽ ആദീനെ എടുക്കാൻ പോവും. അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ കുടിച്ചു വെച്ച ഗ്ലാസ് കൂടി ഇരിക്കുന്നുണ്ട്. അപ്പം ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൂസിനെ ഫസ്റ്റ് വീഡിയോ എടുക്കണ കാരണം കുറച്ച് ലേറ്റ് ആയില്ലേ, അത് കാരണം കൊണ്ടാക്കാൻ പോയതാ. അപ്പോൾ